ഫത്തിമ തഹ്ലിയ. അല്ല ഈമുള്ള പെൺകുട്ടികളോ അവർത്താണുണ്ടോ തല മറിച്ചില്ല അറിഞ്ഞൂട്. ഞാനും മുസ്ലിം യൂത്തിലേക്ക് മതപരമായി ചിന്തിക്കുന്നവർക്ക് കുടുംബക്കെതിരെ സംസാരിക്കാൻ ഒറ്റ സ്ത്രീയെയും കാണുന്നില്ല. തമ്പുരാട്ടി ഒരുപാട് മുങ്ങിത്തപ്പിയെന്ന്. എത്രയൊക്കെ മുങ്ങിത്തപ്പിയാലും കൂടെ നിൽക്കാൻ ഒരു മുസ്ലിം സ്ത്രീയെയും മോൾക്ക് കിട്ടൂല. അത് സൂംബയെ മുസ്ലിം സ്ത്രീകൾ അനുകൂലിക്കുന്നത് കൊണ്ടല്ല. ഇസ്ലാം പറയുന്ന പോലെ ജീവിക്കുമ്പോൾ സൂംബ പറ്റൂല, മ്യൂസിക് പറ്റൂല, ലിപ്റ്റിക് ഇട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹും റസൂലും പറഞ്ഞ മാതിരിയെന്ന. അവർക്ക് മോളെ പോലെ അഴിഞ്ഞാടി നടക്കാൻ പറ്റൂല. അതുകൊണ്ട് മോളിനെ അവരെ അധികം മുങ്ങി തപ്പണ്ട. മോൾ ഒന്നെങ്കിൽ ലീഗിന് വേണ്ടി സംസാരിക്കണം, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം. വോട്ട് തണ്ടാൻ ലീഗിന്റെ കൂടെ മുസ്ലിം എന്ന് ചേർത്തുന്നേ ഉള്ളൂ. മുസ്ലിം ലീഗ് ഇത് രണ്ട് തോണിയാണ്. ഈ രണ്ട് തോണിയിലും ആണുങ്ങൾ സ്വാർത്ഥലാഭം പ്രതീക്ഷിച്ചു ഒരേ സമയം കാല് വെക്കുന്നത് വെള്ളത്തിന്റെ ഗതിയും കാറ്റിന്റെ അവസ്ഥയും കാലിന്റെ ബലത്തിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. മോളൊരു പെണ്ണാണ്, ചെറുപ്രായമാണ്. മോളെപ്പോലെയുള്ളവർ ഈ പണിക്കിറങ്ങിയാൽ നട കയറും. എത്ര പേര് മോളെ പേടിപ്പിച്ചു, കൃത്യമായി കണക്കുണ്ടാവും. ഇങ്ങനെ ആണുങ്ങളുടെ കൂടെ കുലുക്കി നടന്ന ആരായാലും പേടിപ്പിക്കും. സൂംബയെ പറ്റി പറയുമ്പോൾ വസ്ത്രമില്ലാതെ നവാസുമായി മക്കൾ ഒറ്റയ്ക്ക് കളിച്ചു എന്ന് പറയപ്പെടുന്ന കളിയല്ല. കുട്ടികൾ യൂണിഫോമിൽ ഗ്രൗണ്ടിൽ പകൽ വെളിച്ചത്തിൽ ഒരുമിച്ചാണ് കളിക്കുന്നത്. കിട്ടിയില്ലേ? മൂപ്പരാ പറഞ്ഞത് മോളെ കുറിച്ചാണ്. ഈ കണ്ട ആണുങ്ങളുടെ കൂടെയൊക്കെ ഉരുട്ടിക്കൊണ്ട് പ്രലോഭിപ്പിച്ച് ഈ വേഷത്തിൽ നടന്നാൽ ഇസ്ലാമിന്റെ ഭാഷയിൽ മോള് വേശ്യയാണ്. അത് മുസ്ലിം ലീഗ് നേതാക്കന്മാർ പറഞ്ഞു തരൂല. അതാണ് പറഞ്ഞത് ഇസ്ലാമും ലീഗും രണ്ടാണ് എന്ന്. മോൾ ആദ്യം ആ പേരിന്റെ മുമ്പിലുള്ള ഫാത്തിമ ഒഴിവാക്കാൻ ഒരു അപേക്ഷ കൊടുക്കുക. എൻ്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മറയുണ്ടാവണം, ഇരുട്ടായിക്കോട്ടെ, കഫംപുടവ് വരിഞ്ഞു കെട്ടരുത്, എൻ്റെ ശരീരത്തിന്റെ അങ്കലാവണ്യം കബറെടുക്കുന്ന നേരത്ത് പോലും ഒരാണും കാണരുത്. സ്ത്രീ ശരീരം മയ്യത്താണെങ്കിൽ പോലും അത് ആണിൽ വികാരമുണ്ടാക്കും, പെണ്ണിന്റെ സുരക്ഷിതത്വം നഷ്ടപ്പെടുത്തും എന്ന വലിയൊരു തൊത്തൽ ലോകത്തിന് പഠിപ്പിച്ച മഹദിയുടെ പേരാണത്. ആ പേര് മാറ്റി നേരെ BJP വിട്ടോ. വിജയ് ബാവ.